വയനാട്ടിൽ അധ്യാപികയെ പ്രധാന അധ്യാപകൻ ജാതി വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ DAയോട് വിശദീകരണം തേടിയതായി DD. അധ്യാപികയെയും പ്രധാന അധ്യാപകനെയും ഹിയറിംഗിന് വിളിക്കുമെന്ന് DEO പറഞ്ഞു. അമ്പലവയൽ GVHSSലെ അധ്യാപികയെ പ്രധാന അധ്യാപകൻ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നാണ് പരാതി. വാർത്തയുടെ വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് സംഭവിച്ചത്? ആഗസ്റ്റ് 2-നാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ കുട്ടികളുമായി സംബന്ധിച്ച് നിൽക്കവേ, അതായത് SPCയുടെ അധിക ചുമതല കൂടി ഈ ടീച്ചർക്കുണ്ട്. ആ സമയത്ത് അതിന് ഈ ഒരു പരിപാടി അന്ന് SPCയുടെ SPC ഡേ ആയിരുന്നു. അതിനുശേഷം ഇവർ ഒരു പോസ്റ്റ് വാട്സപ്പിൽ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാട്സപ്പിൽ ഇത്തരത്തിൽ ഈ പരിപാടി കഴിഞ്ഞു എന്ന് ഗംഭീരമായിരുന്നു എന്ന തരത്തിൽ ഒരു ഫോട്ടോ അടക്കം ഈ വാട്സപ്പിൽ ഇടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം അധ്യാപകൻ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് കയറി വരികയും ഇവരോട് അധിക്ഷേപിച്ച് സംസാരിക്കുകയുമായിരുന്നു. പിന്നീട് ജാതി വിളിച്ച് ഇവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. അത് എന്തിന്റെ പേരിലാണെന്ന് ഇതുവരെയും ടീച്ചർക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും നിങ്ങൾ സർവീസ് കയറിയത് എങ്ങനെയാണെന്ന് അറിയാമെന്നും ഈ ജാതിയിലൂടെ അല്ലേ നിങ്ങൾ കയറിയതെന്നും ഈ അധ്യാപികയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് നിങ്ങൾ ജോലി നേടിയെടുത്തത് എന്ന് എനിക്കറിയാം എന്നുള്ള ഒരു പരാമർശം കൂടി ഈ അധ്യാപകൻ നടത്തിയിട്ടുണ്ട്. ബിജു PB എന്നുള്ളതാണ് ഈ പ്രധാന അധ്യാപകന്റെ പേര്. ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും മറ്റ് അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടീച്ചർ നമ്മളോട് അല്പസമയത്തിന് മുമ്പ് പറഞ്ഞത്. അമ്പലവയൽ GVHSSലെ പ്രധാന അധ്യാപകനാണ് ഇത്തരത്തിൽ ഈ അധ്യാപികയെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചത്. തുടർന്ന് അധ്യാപിക DDEക്കും അതുപോലെ തന്നെ DOയ്ക്കും ഒക്കെ പരാതി നൽകിയിരുന്നു, പോലീസിനും പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. DDയെ നമ്മൾ വിളിച്ചപ്പോൾ DD പറഞ്ഞത് DAയോട് താൻ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ DA പറയുന്നത് DD തന്ന പരാതി തനിക്കറിയില്ല, പക്ഷെ തനിക്ക് പേഴ്സണലായി പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താൻ ഇനി ഹിയറിംഗ് നടത്തുന്നതാണ്. 3-ാം തീയതിയോ മറ്റേ ഹിയറിംഗിന് വിളിക്കാം എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ജാതി അധിക്ഷേപം തന്നെയാണ് ഈ അധ്യാപികയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 12 വർഷമായി ഈ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുന്ന പണിയെടുക്കുന്ന അധ്യാപികയാണ് ഇത്. ആ ഒരു അധ്യാപികയ്ക്ക് നേരെയാണ്, മാത്രമല്ല SPCയുടെ ചുമതല കൂടി ഈ ടീച്ചർക്കുണ്ട്. ആ ടീച്ചർക്ക് നേരെയാണ് ഇത്തരത്തിൽ പ്രധാന അധ്യാപകൻ മോശമായ രീതിയിൽ സംസാരിക്കുകയും ജാതി വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടല്ലേ ഈ ഒരു ജോലി ലഭിച്ചത് എന്നുള്ള ഒരു ചോദ്യമടക്കം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും ഇത്ര ദിവസമായി 2-ാം തീയതി നടന്ന പരാതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഈ അധ്യാപിക നൽകുന്നത്. ഇന്ന് ഇത്ര ദിവസമായിട്ടും 28-ാം തീയതിയായി യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത് അവരെ ഹിയറിംഗിന് വിളിക്കും, ഹിയറിംഗിന് വിളിച്ച ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി നടപടിയെടുക്കുമെന്നുള്ളത് മാത്രമാണ്. നിലിമ, അതായത് അർജുൻ, ഈ അധ്യാപകർ എന്ന് പറയുന്നത് സമൂഹത്തിനൊക്കെ മാതൃകയാകേണ്ടവരാണ്. മാത്രവുമല്ല, ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അധ്യാപികയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കാൻ ഈ പ്രധാന അധ്യാപകൻ മുതിർന്നത് എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ഇപ്പോൾ ഈ പ്രധാന അധ്യാപകൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? അർജുൻ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അധ്യാപികയെ പ്രധാന അധ്യാപകൻ ജാതി വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് BJP ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അധ്യാപികയായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അവർക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവര് കഴിഞ്ഞ 6-ാം തീയതി പരാതി കൊടുത്തിട്ട് ആ പരാതി പോലും ഒന്ന് പരിഗണിക്കാനുള്ള ഒരു സന്മനസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഈ പ്രധാന അധ്യാപകനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാവം അവരുടെ പിന്നോക്കാവസ്ഥ അത് ഇത്തരത്തിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെയും മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് അധിക്ഷേപിച്ചതെന്നാണ് ആ അധ്യാപിക പറയപ്പെടുന്നത്. അവർക്ക് വളരെയധികം മാനസിക വേദന ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞാൻ ടീച്ചറെ വിളിച്ചിരുന്നു. ടീച്ചർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്നും ഇതിന്റെ ബാക്കി നടപടികൾ, നിയമ നടപടികൾ, മറ്റ് കാര്യങ്ങളെല്ലാം
ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ഞാൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരോടൊപ്പം നിൽക്കുക. ഈ ഇത്തരത്തിൽ പാവപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥലത്തൊക്കെ ഇത്തരം നിരന്തരമായിട്ടുള്ള സമീപനങ്ങൾ പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമാണ്. ഇന്ന് പ്രത്യേകിച്ച് അയ്യങ്കാളിയുടെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള തിന്മയ്ക്കെതിരെയൊക്കെ പോരാടിക്കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ ഈ ജാതി വിഭജനത്തിനെതിരെയും ജാതി വിവേചനത്തിനെതിരെയും ഒക്കെ പോരാടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. ആ ദിവസം തന്നെ അധ്യാപകയ്ക്ക് പുറത്ത് പറയേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. എന്താണെങ്കിലും അവരോടൊപ്പം ആ പാവപ്പെട്ട അധ്യാപികയോടൊപ്പം പൂർണ്ണമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നുള്ളത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് മലവയൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അർജുൻ കൂടി ചേരുകയാണ്. അർജുൻ പ്രശാന്ത് പറഞ്ഞതുപോലെ BJP എല്ലാവിധ പിന്തുണയും അധ്യാപികയ്ക്ക് നൽകും എന്ന് ഉറപ്പ് നൽകുകയാണ്. ഈ പ്രധാന അധ്യാപകൻ ഏതെങ്കിലും ഭരണാനുകൂല സംഘടനയുമായൊക്കെ ബന്ധമുള്ള ആളാണോ? വിവരം ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചന അത്തരത്തിലാണ്. ഇടതുപക്ഷ അനുഭാവിയാണ് ഈ അധ്യാപകൻ എന്നുള്ളതാണ് നമ്മൾ ആ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ, മറ്റുള്ളവരുമായി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യങ്കാളി ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ ആ ടീച്ചർക്ക് ഈ വിഷമം നമ്മളോട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അടക്കം വിഷമിപ്പിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ ഒരു വലിയ രീതിയിൽ ജാതീയമായ ചിന്തകളൊന്നും തങ്ങൾക്കില്ല എന്നുള്ളത് കേരള സർക്കാർ വിളിച്ച് എപ്പോഴും പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഓരോ സ്ഥലത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വലിയ ഒരു വസ്തുത എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഈ ടീച്ചർക്കും ഇത്തരത്തിലുള്ള ഒരു അർജുൻ, വയനാട്ടിൽ അധ്യാപികയെ പ്രധാന അധ്യാപകൻ ജാതി വിളിച്ച് അധിക്ഷേപിച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ്. അർജുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.